നമസ്കാരം. ആദ്യമായിട്ടാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാക്ക് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അദ്ദേഹം എന്നും മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം മുസ്ലിങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തി. വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. അതായത് അസമിലെ മുസ്ലിങ്ങൾ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പശുക്കളെ അറുക്കരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചു. ചില ഗ്രൂപ്പുകളൊക്കെ പരസ്യമായി അവരത് പറഞ്ഞു. കുറച്ച് ആളുകൾ കൂടെ ഇനി പറയാൻ ബാക്കിയുണ്ട്. അവരും അത് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നിലപാട് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാക്ക്. വേറെയും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള കാലം ഇങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്, ഇതാണ് നിലപാടെങ്കിൽ വരുന്ന സമയത്ത് മുസ്ലിങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കും, പുതിയ ഒരു ഐക്യം രൂപപ്പെടും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടുത്തെ പശുക്കളുടെ സംരക്ഷകരായി മാറിയ ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചന്തയിൽ പശുവിനെ വിൽക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പശുവിനെ വിൽക്കരുത്, ഞങ്ങളത് വാങ്ങിക്കില്ല, ഞങ്ങൾക്ക് ആട് മതി എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. ബംഗാളിൽ നിന്നാണ് തുടക്കം. ബംഗാളിൽ ഈ പശുവിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമമൊക്കെ കർശനമാക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ മതപണ്ഡിതന്മാർ തന്നെ ഇടപെട്ടു. അവർ പറഞ്ഞു, നമുക്ക് ആട് മതി, പ്രശ്നത്തിന് പോകണ്ട. ഒരു വിഭാഗം അമ്മയും ദൈവവും ഒക്കെ ആയി കാണുന്ന ഒരു മൃഗത്തെ എന്തിനാണ് കശാപ്പ് ചെയ്യുന്നത്? അത് വിട്ടേക്ക്, പകരം ആടിനെ അറുക്കുക. ആർക്കും പ്രശ്നങ്ങളില്ലല്ലോ. ആർക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒരു നീക്കവും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് ബംഗാളിലെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട്. പിന്നീട് അത് യു.പിയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ ഈ നിലപാട് പടർന്നു പിടിച്ചു. അവിടെയൊക്കെയുള്ള പണ്ഡിതന്മാർ പശുവിനെ തിരിഞ്ഞു പോലും നോക്കണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തു. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിയ കാര്യമാണ്. ഇന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു നിലപാട് കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെയാണോ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യതയില്ല, പക്ഷെ അത് സംഭവിച്ചു എന്നുള്ളതാണ്. എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ ആ പരാമർശവുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ട്. എന്തായാലും ഇനി എനിക്ക് പറയാനുള്ളത് പ്രവാസികളായിട്ടുള്ള ആളുകളോടാണ്, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളോടാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ പശുവിനെ തിന്നണ്ട, അറുക്കണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തത്, പശുവിന്റെ സംരക്ഷകരായി മാറിയത് തീർച്ചയായും സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അമ്മയെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ നിന്ദിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ അദ്ദേഹം ആ നിലപാടിനെ സ്വാഗതം ചെയ്തത്, അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. കലാപം ഇല്ലാതാക്കുക, ആൾക്കൂട്ട ആക്രമണങ്ങൾ ഇല്ലാതാക്കുക, സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. നിങ്ങളുടെ ദൈവം പശുവാണെങ്കിൽ, നിങ്ങളുടെ അമ്മയാണ് പശുവെങ്കിൽ, ഞങ്ങൾ ആ പശുവിനെ ഇനി അറുക്കില്ല, കൊല്ലില്ല, ഞങ്ങൾ തിന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. തീർച്ചയായും ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി രാജ്യത്ത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്റ്റേറ്റിൽ ഒരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാവട്ടെ, നല്ല കാര്യമാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രവാസികളോട്, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ചില ആവശ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പശുവിന്റെ മാംസമൊക്കെ കയറ്റുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഹലാൽ ഫുഡ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് അൽക്കബീർ എന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില പേരുകളൊക്കെ ഇട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ പശുവിനെ കൊന്ന് കയറ്റി അയക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരോ ആകട്ടെ, ചില മുസ്ലിം നാമധാരികളും അങ്ങനെ കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ആളുകളും അങ്ങനെ പശുവിനെ കയറ്റി അയക്കുന്നുണ്ട്. പ്രവാസികളും അതുപോലെ തന്നെ അറബികളും ഒക്കെ പരമാവധി ഈ ഒരു കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഇറച്ചിയൊക്കെ വാങ്ങിച്ച് അതുകൊണ്ട് തൃപ്തരാവാൻ ശ്രമിക്കുക. ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്ന ഇത്തരത്തിലുള്ള പശുമാംസം പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. മറ്റൊരു ഉദ്ദേശം വെച്ചല്ല പറയുന്നത്. ഇവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ, ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ദൈവമാണ്, മാതാവാണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുക. പരമാവധി കയറ്റി അയക്കുന്ന കാര്യം അത് നടക്കുകയാണെങ്കിൽ പോലും ഗൾഫിലുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾ പരമാവധി അത് വാങ്ങിക്കാതിരിക്കുക. വാങ്ങിക്കാതെ
സ്വന്തം രാജ്യത്തുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഇതുകൂടെ ചെയ്താൽ ഏറെക്കുറെ കാര്യങ്ങൾ പൂർത്തിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം ഈ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെ ഭരണാധികാരികളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അസം മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾ ഇടപെടേണ്ട ഒരു വിഷയം കൂടെയുണ്ട്. രാജസ്ഥാനിൽ നിന്നും പുറത്തു വന്ന ഒരു ദൃശ്യം ഇത്തരത്തിലുള്ള ആളുകളുടെ ശ്രദ്ധയിലും പെട്ടു കാണും. ഈ പശുവിനെയൊക്കെ കൊണ്ടുപോയി മാലിന്യത്തിൽ തള്ളി പശു അവിടെ ചത്തു കിടക്കുന്ന ചില കാഴ്ച നമ്മളൊക്കെ കണ്ടു. ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥ. അത്തരത്തിലുള്ള സാഹചര്യം കൂടെ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ കേരളത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാലും കേരളത്തിലും ഈ പശുവിനെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഈ പശുവിന്റെ മാംസം അത്ര ഇഷ്ടമുള്ള ആളുകളല്ല. പശുവിനെ വളരെ നിസ്സാരമായ വിലക്ക് വാങ്ങിച്ച് ഈ കശാപ്പ് ശാലകളിൽ കൊണ്ടുപോയി അതിനെ അറുത്ത് അത് പോത്താണ് കാളയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തുകക്കാണ് ഇവിടുത്തെ ഈ കശാപ്പ് ശാലകളിൽ വിൽപ്പന നടത്തുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കുകയാണ്. ഈ പശു എന്ന് പറഞ്ഞാൽ ആളുകൾ വിൽക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോഴാണ്. ഒരു പ്രായം കഴിയുമ്പോൾ ഈ പശുവിന് വിറ്റ ആ പശു ഇറച്ചി നമ്മുടെ ശരീരത്തിന് ദോഷമാണ് എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അതായത് കറവയില്ലാത്ത ഒരു പശു, വറ്റിയ പശു, ആ പശുവിന്റെ മാംസത്തിന് പ്രത്യേകിച്ച് പോഷക ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു പോഷക ഗുണവുമില്ലാത്ത പശുവിനെ കൊണ്ടുപോയാണ് ഈ കശാപ്പ് ശാലകളിൽ അറുക്കുന്നത്. തുച്ഛമായ വിലക്കാണ് ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങിക്കുന്നത്. അതിനെ അറുത്ത് നല്ല മാംസമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങളിലും ചില ഇടപെടലുകൾ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ പശുവാണ് എന്നറിഞ്ഞാൽ ആ മാംസം ഞാൻ കഴിക്കാറില്ല, അത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും. ഇവിടെയും ഒരു ഇടപെടൽ ഉണ്ടാകണം. ഏതൊരു മുസ്ലിം സംഘടനയുടെ ഒരു നേതാവ് പറഞ്ഞു പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന്. അങ്ങനെ പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല. പിന്നെ ആരും ആ പശുവിനെ അറുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ വിൽപ്പന നടത്താനോ തയ്യാറാകില്ലല്ലോ. അതുകൂടെ ഒന്ന് പരിഗണിക്കണം. ആ ഒരു വിഷയത്തിൽ കൂടെ ഒരു ഇടപെടൽ നടത്തണം എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ള രാജ്യത്തെ ഒരു ഭരണാധികാരിയാണ്, അസം മുഖ്യമന്ത്രിയാണ്, അതുപോലുള്ള യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകളോട് എനിക്ക് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്.